ഹായ് ഫ്രണ്ട്സ്. സോ നമ്മളെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ 2024 സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത് ഇനി ചെയ്യുന്നത് മൂന്നാമത്തെ പാർട്ടാണ്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കിനി 21 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻസിനെ പറ്റി ഞാനെന്ന് പറയാം. 21 മുതൽ 30 വരെ കുറച്ച് നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പൊതുവേ ഒരു നമ്മൾ ബൈഹാർട്ടാക്കി പോകുന്ന ഒരു GK ടൈപ്പ് അല്ല. നിങ്ങൾക്കറിയാം, കുറച്ചൊരു നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസിനെയാണ് 21 മുതൽ 30 വരെയുള്ളതിൽ വന്നിട്ടുള്ളത് ഏകദേശം. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സിവിൽ സർവീസിൻ്റെ പ്രവർത്തനങ്ങൾ 22. ഇതൊന്നും മുമ്പ് അധികം ചോദിച്ചിട്ടില്ല കേട്ടോ, മുമ്പ് അത്രത്തോളം എന്നൊന്നും ചോദിച്ചില്ല. NEGPയുടെ ലക്ഷ്യങ്ങൾ. ഓക്കെ, 23 എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടത്. 24 ഒരു സ്കീമാണ്, COVID-19 ടൈമിൽ വന്ന സ്കീം. 25 ഇതും ഒരു കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. 26 എന്ന് പറയുമ്പോൾ ഭരണഘടന ഉണ്ടോ. ഭരണഘടനയൊക്കെ നല്ല ഒരു ഭരണഘടന അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. 27ാമത്തതും എന്താണ്, മതപരമായ ആർട്ടിക്കിൾ 26 പറ്റി ഉള്ളിലോട്ട് ചേർന്നിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിലോട്ട് ചെന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ 26. നോർമലി ആർട്ടിക്കിൾ 26 എന്തെന്ന് മാത്രമേ നമ്മൾ പഠിച്ചു പോകാറുള്ളൂ. 27 ആണെങ്കിലും ഇതും കണ്ടോ, ഇത് നോർമലി പഠിക്കുന്നതാണ്, പക്ഷേ കുറച്ച് നന്നായി പഠിക്കുന്നവർക്ക് ഇത് കിട്ടും. നോർമലി ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടുണ്ട്. 29 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഞാൻ പറയാം, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. സ്പീക്കർ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്വസ്റ്റ്യൻ. ഡിലീഷൻ പോയിട്ടുണ്ട്. 30 ഇപ്പോൾ ലാസ്റ്റ് വന്ന ഭരണഘടനാ ഭേദഗതിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതും നല്ല ഡീപ്പായിട്ട് തന്നെ ചോദിച്ചു. ഏതൊക്കെ ആർട്ടിക്കിളുകളിലാണ് ഭേദഗതി ചെയ്തത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് 21 മുതലുള്ള ക്വസ്റ്റ്യൻസ് നല്ല ഡീപ്പായിട്ട് തന്നെ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി എന്താണെന്നുള്ളത്. താഴെ പറയുന്നതിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒന്ന് ഗവൺമെൻറ് നയങ്ങൾ നടപ്പിലാക്കൽ. നിങ്ങൾക്കറിയാം, സിവിൽ സർവീസ് എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത് സിവിൽ സർവീസിലൂടെയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കാര്യമാണ്. പിന്നെയുള്ള ഓപ്ഷൻ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിയുക്ത നിർമ്മാണം കറക്റ്റാണ്. ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക, ഇത് തെറ്റാണ്. നോക്കിയാൽ ഒരു സിവിൽ സർവീസ് ഇരിക്കുന്ന ഒരാളെപ്പോഴെങ്കിലും ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യുമോ? ഒന്നും ചെയ്യില്ല. ഇതൊരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഓപ്ഷൻ ഡിയും കൂടി നോക്കിയാൽ സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്നു, കറക്റ്റാണ്. അപ്പോൾ ഇതിൽ പ്രവർത്തനം അല്ലാത്തത് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇതിൽ വരുന്നത്. ക്ലിയർ ആണ്. ഇനി സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് 3 സിവിൽ സർവീസുകളാണുള്ളത്. ഒന്ന് അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയും. പിന്നെ കേന്ദ്ര സർവീസ്, സെൻട്രൽ സർവീസ്, അതേപോലെ സ്റ്റേറ്റ് സർവീസ്. ഓക്കെ, PSC വഴിയൊക്കെ പോകുന്നത് ഏത് സർവീസിലേക്കാണ്? സ്റ്റേറ്റ് സർവീസിലേക്കാണ്. ഓക്കെ, കേന്ദ്ര സർവീസിലേക്കാണെങ്കിലും ഓൾ ഇന്ത്യ സർവീസിലാണെങ്കിലും ഏകദേശം പോകുന്നത്, എല്ലാം പോകുന്നതല്ല, സിവിൽ സർവീസ് എക്സാം വഴിയൊക്കെയാണ് ഏകദേശം പോസ്റ്റുകളും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ അഖിലേന്ത്യാ സർവീസ്, ഇതെന്താ രണ്ടെണ്ണം, അഖിലേന്ത്യാ സർവീസും അതേപോലെ കേന്ദ്ര സർവീസും. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്ന കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടാവുന്ന പോസ്റ്റാണ് ഇത്, അഖിലേന്ത്യാ സർവീസ്. ഇത് ഓർത്ത് വെച്ചോളെ. IAS, IPS, IFS. ഓക്കെ, ഇത് 3 എന്തിനുള്ള എക്സാമ്പിളാണ്? അഖിലേന്ത്യാ സർവീസിനുള്ള എക്സാമ്പിളാണ്. കാരണം ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി സെൻട്രൽ സർവീസ്, കേന്ദ്ര സർവീസ്, അതായത് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കും, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് മാത്രമാണ് അധികാരമുള്ള ഭരണ വകുപ്പുകൾ. അതായത് കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിലുള്ള വകുപ്പുകളിൽ മാത്രമേ ഇവരിയ്ക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു IAS ഒരു ജില്ലാ കളക്ടറായി വന്നാൽ അയാൾ സ്റ്റേറ്റിലാണ് അയാൾ സർവീസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നോക്കി ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇപ്പോൾ റെയിൽവേ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഓക്കെ, അത് ആ ഒരു രീതിയിലാണ് ഇന്ത്യൻ ഫോർട്ട് സർവീസൊക്കെ വരുന്നത്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ് ഇത് കേട്ടോ, മറന്നോടെ. ഞാനവിടെ മാറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ് IFS. ഈ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സർവീസിൽ വരുന്നതാണ്. ഇനി സംസ്ഥാന സർവീസ് അല്ലെ സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത് എന്താ, സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടും. പിന്നെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ KS, നമ്മൾ ഏറ്റവും വിളിക്കുന്ന ഏറ്റവും അറിയാവുന്നൊരു പോസ്റ്റ് എന്ന് പറയുന്നത് KS ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസൊക്കെ എന്താണ്, സംസ്ഥാന സർവീസാണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? NEGP എന്ന് വെച്ചാൽ എന്താ? NEGP സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഗവേണൻസ് പ്ലാൻ കേട്ടോ. നാഷണൽ ഗവേണൻസ് പ്ലാൻ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് NEGP. മറന്നുകൊണ്ടേ, ഈ ചിലതൊന്നും ആ ഒരു ചുരുക്കപ്പേര് അറിയില്ലേ നമുക്ക് എന്താ ഉദ്ദേശം എന്നുള്ള മനസ്സിലാവില്ല. അപ്പോൾ NEGPയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ, പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്ത് എത്തിക്കുക, കറക്റ്റാണ്, വീടിൻ്റെ അടുത്ത് എത്തിക്കുന്നുണ്ട്. പിന്നെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുക,
അതിപ്പോൾ ഏകദേശം എല്ലാ പ്രോഗ്രാം ആയാലും അത് ഉണ്ടാവും കേട്ടോ. കാര്യക്ഷമതയും സുതാര്യതയും എന്ത് സ്കീമും പ്രോഗ്രാമും ഗവൺമെൻറ് അവതരിപ്പിച്ചാലും അതിലത് ആ ഒരു പോയിന്റ് ഉണ്ടാവും അതിൽ. അല്ലാതെ ഒന്നും നമ്മൾ അവതരിപ്പിക്കാൻ നിൽക്കില്ലല്ലോ ഗവൺമെൻറ് ഒരിക്കലും. മൂന്നാമത് സൗജന്യ സേവനം. അതൊന്നും ഒരിക്കലും പറയാം എല്ലായ്പ്പോഴും സൗജന്യ സേവനങ്ങൾ വേണമെന്നൊന്നും എന്തില്ല കറക്റ്റ് പറയില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്, 1ഉം 2ഉം മാത്രം. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് പറയാം. NEGP എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നാഷണൽ ഇ ഗവേണൻസ് പ്ലാനാണ്. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്റർണൽ ഗവൺമെൻറ് ഒരു പ്ലാനാണ്. ഇനി എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസ്, ഇത് രണ്ടുപേരും കൂടിയാണ്. പ്രത്യേകിച്ചും ഇത് ഓർത്ത് കേട്ടോ, ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇവരാണ് എന്ത് ചെയ്ത് NEGP സ്റ്റാർട്ട് ചെയ്തത്. ഇനി NEGPയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇൻഫർമേഷൻ ഇലക്ട്രോണിക് മീഡിയ രൂപത്തിൽ കൊടുക്കുക സർവീസായിട്ട്, അതേപോലെ എഫിഷ്യൻസി കൂട്ടുക. പിന്നെ ഫാർമേഴ്സിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കർഷകർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റിലവൻ്റായിട്ടും അതേപോലെ സമയബന്ധിതമായിട്ടും എന്ത് ചെയ്യുക, ആ ഇൻഫർമേഷൻ അല്ലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അതിനവർക്ക് വേറെ ഒരു സ്കീമുണ്ട് കേട്ടോ, NEGP A എന്ന് പറഞ്ഞിട്ട് സാധനം, അത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ അഗ്രികൾച്ചർ. ഓക്കെ, അത് മറന്നോട്ടെ. NEGP A സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോ, അഗ്രികൾച്ചറാണ്. ഇനി പേഴ്സണലൈസ്ഡ് അഡ്വൈസറി സർവീസ് ടു ഫാമേഴ്സിന് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എന്ത് ചെയ്യും, നിർദ്ദേശങ്ങൾ നൽകും. അപ്പോൾ ഏതാണ് NEGPൻ്റെ ഫുൾ ഫോം മറന്നുകൊണ്ട, ഇനി ചോദിച്ച് കാണുമ്പോൾ മറന്നു പോകരുത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം. ശരിയാ, ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും സാമൂഹികവൽക്കരണം പങ്കാളിത്തമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. സംയോജനത്തിൻ്റെ പ്രവർത്തനം. ഓക്കെ, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. 3 ശരിയാണ് കേട്ടോ, മുകളിൽ പറഞ്ഞവയല്ല. ഇതിലിപ്പം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മലയാളം കിട്ടിയിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷ് പാട്ട് നോക്കണേ. ഇംഗ്ലീഷ് പാട്ടിൽ കുറേ കൂടി ചിലപ്പോൾ എന്ത് ചെയ്യും, അതൊരു വ്യക്തത വരും. അതാണ് ഞാൻ പറയുന്നത്, 23 വായിച്ചിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ ഇംഗ്ലീഷ് പാട്ട് നോക്കുക. സോഷ്യലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, അതേപോലെ ഇൻ്റഗ്രേഷൻ, അതേപോലെ ഫങ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. ഇത് 3 എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് പൊതുജനാഭിപ്രായം രൂപീകരിക്കും കേട്ടോ. മറന്നുകൊണ്ടേ, കുറേ ഫംഗ്ഷൻസ് ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക്. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടികൾക്ക് എന്ത് ആയിട്ട് പ്രവർത്തിക്കും, ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവരെന്താവും, പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായി, അവർ ഭരിക്കുന്ന പാർട്ടിയെ, റൂളിംഗ് പാർട്ടിയെ. ഇനി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് പ്രവർത്തിക്കുന്നതാരാ? രാഷ്ട്രീയ പാർട്ടികളാണ്. അതേപോലെ വിവിധ നയങ്ങളും പരിപാടികളും മുന്നോട്ട് വെക്കുന്നത് ആര് തന്നെയാണ്? ഈ രാഷ്ട്രീയ പാർട്ടികളാണ്. നമുക്ക് ഒന്ന് ഓർത്ത് വെച്ചോളെ, ഇതൊക്കെ ഇതിൽ അവരുടെ ഡ്യൂട്ടീസിൽ വരാത്തത്. ഓക്കെ, ഇനി 24 കോവിഡ്. ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പേ ആദ്യത്തെ 10 ക്വസ്റ്റ്യനിൽ ഏതോ ഒന്നില്ലാതെ വന്നപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്കീമിനെ പറ്റി. അത് വീണ്ടും ഇവിടെ തന്നെ എടുത്ത് ചോദിച്ചു. എന്താ, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നടത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് എന്താ? ആത്മനിർഭർ ഭാരത് റോസഗർ യോജന. ആത്മനിർഭർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആത്മനിർഭറിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ഞാൻ വേണമെങ്കിൽ അത് ജസ്റ്റ് വേണമെങ്കിലൊന്ന് കാണിച്ചു തരാം. ആത്മനിർഭറിനെ പറ്റി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാനതിലേക്ക് അധികം പോവാത്തത്. ആത്മനിർഭർ എവിടെയായിരുന്നു വരുന്നത്? ഇതെവിടെ? ആത്മനിർഭർ ഭാരത് റോസഗർ യോജന. ഓക്കെ, അതിൽ ഓർത്ത് വെച്ചോളെ. അതിൽ അതെന്നാണ് എയിം ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓർത്ത് വെക്കണം. അതെന്നാണ്? ഒരു പെൻഷൻ സ്കീമാണ്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ ഒരു പെൻഷൻ സ്കീമാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് രണ്ട് സ്കീംസ് ഞാനൊന്ന് പറയാം. ഇടയ്ക്കൊക്കെ ചോദിക്കാറില്ല. സ്വച്ഛ് ഭാരത് അഭിയാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ കാര്യം വരുന്നതാണ്. സ്വച്ഛ് ഭാരത് അഭിയാൻ അതായത് ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികത്തിൽ തുടങ്ങിയതാണ് കേട്ടോ. സ്വച്ഛ് ഭാരത് അഭിയാൻ അതായത് ശുചിത്വവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടത്. ഇന്ത്യയെ പൂർണ്ണമായിട്ട് ശുചിത്വവൽക്കരിക്കുന്ന പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ. നിർമ്മൽ ഭാരത് അഭിയാൻ്റെ പുനരാവിഷ്കരിച്ചതാണ് ഇത്. ഓക്കെ, ഇനി അടുത്ത ഒരു സ്കീമാണ് ഭാരത് നിർമ്മാണം. ഭാരത് നിർമ്മാണം കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
ഭാരത് നിർമ്മാണ ഘടകങ്ങളിൽ പെടാത്തത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് രാജ്യത്തെ ഗ്രാമീണ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയതാണ് 2005 തുടങ്ങിയതാണ് ഇത് ഭാരത് നിർമ്മാൺ. ഭാരത് നിർമ്മാണത്തിൻ്റെ ഘടകങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഈ 6 ഘടകങ്ങൾ ഓർത്ത് വെക്കണേ. അന്ന് ചോദിച്ചപ്പോൾ ഇതിലെല്ലാത്ത ഏതോ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. കുടിവെള്ളം, റോഡ്, പാർപ്പിടം, വൈദ്യുതി, ജലസേചനം. വൈദ്യുതി, വാർത്താവിനിമയം കേട്ടോ. അതുണ്ട് പാർപ്പിടം, വാർത്താവിനിമയം, വൈദ്യുതി, ജലസേചനം. ഈ 6 കാര്യങ്ങളാണ് ഇതിൻ്റെ ഘടകങ്ങൾ വരുന്നത്. ഇനി 25 ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം ഏതാ? ജാർഖണ്ഡാണ് കേട്ടോ. ജാർഖണ്ഡ് മറന്നുകൊണ്ട. ജാർഖണ്ഡിൽ ഏകദേശം കിട്ടും ഈ ഒരു ആദിവാസികൾ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലുള്ള ഏരിയ എന്നുള്ളത് 60-ൽ നിന്ന് 50 ജാർഖണ്ഡായിരിക്കും. കോമൺ സെൻസ് ആണെന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലിപ്പം നമുക്ക് വയോമിത്രം ചില പദ്ധതികൾ ഞാൻ പറയാം. വയോമിത്രം പ്രായമാർക്ക് വന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ പദ്ധതിയാണ് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരോഗ്യ പരിരക്ഷ. അതാണ് വയോമിത്രം കേട്ടോ. അടുത്ത് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഭരണഘടനാ അസംബ്ലി കേട്ടോ. അതുമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ എന്താ? ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. തെറ്റാണ്. ആരാ മുന്നോട്ട് വെക്കുന്നത്? MN റോയ് ആണ്. നിയമസഭയിൽ ആകെ, അതായത് ഭരണഘടനാ അസംബ്ലിയിലെ ആകെ അംഗങ്ങൾ 359 ആയിരുന്നു. ശരിയാ, 359 ഫസ്റ്റിലത്തെ ഇപ്പോൾ പാർട്ടീഷന് മുമ്പുള്ള കേസാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് അവർ ചോദിക്കുന്നത്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു? അല്ല. അപ്പോൾ ഇതിലാകെ ശരിയായിട്ടുള്ള ഏതാ? 2 മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചതാരാ? MN റോയ് ആണ് കേട്ടോ. ഇനി അത് ഏത് പാർട്ടിയാണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചാൽ ഏത് പാർട്ടിയാണ്? സ്വരാജ് പാർട്ടി. ഓക്കെ. ഏത് സമ്മേളനത്തിലാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തത്? 34-35 നടന്ന ബോംബെ സമ്മേളനത്തിൽ എന്തിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്? ഈ 34-35 ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ 1936 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന ഫൈസ്പൂർ സമ്മേളനമാണ് എന്ത് ചെയ്തത്? ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചത് കരാറ് കരടൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഫൈസ്പൂർ സമ്മേളനമാണ് 1936 നടക്കുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ 389 എങ്ങനെയാണ് വരുന്നത്? അതിൽ തിരഞ്ഞെടുത്ത അംഗങ്ങൾ ഉണ്ടായിരുന്നു 296 പേര്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കേട്ടോ 296 പേര്. 296-ൽ 292-ഉം 4-ഉം 292 പേര് എത്ര വരുന്ന? ഇന്ത്യൻ പ്രൊവിൻസുകളിൽ നിന്നാണ്, പ്രവിശ്യകളിൽ നിന്നും. 4 പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും. അങ്ങനെയാണ് 296 ആകുന്നത്. അപ്പോൾ ആ 296-ഉം പിന്നെ 93 നാട്ടുരാജ്യങ്ങളിലുള്ള ആളുകൾ കൂടി ചേർന്നിട്ടാണ് എത്ര ടോട്ടൽ വരുന്നത്? 389 ടോട്ടൽ വരുന്നത് കേട്ടോ. ഇതൊക്കെ പാർട്ടീഷന് മുമ്പാണ്. പാർട്ടീഷന് ശേഷം ഇതൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ 17 വനിതകൾ ഉണ്ടായിരുന്നു ഈ 389 ആളുകളിൽ. ആദ്യം പാർട്ടീഷന് ശേഷം ഈ വനിതകൾ കുറഞ്ഞ് 15 പേരായിട്ടുണ്ട്. പാർട്ടീഷന് മുമ്പുള്ള കേസ് നന്നായിട്ട് വൃത്തിക്ക് പഠിച്ചു നോക്കണം കേട്ടോ. പാർട്ടീഷന് മുമ്പുള്ള കേസാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. ഇനി 27ാമത്തേത് ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? ഏതിന് വിധേയമാണ്? പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ഇത് 3 ഉണ്ട് കേട്ടോ. മുകളിൽ പറഞ്ഞവയെല്ലാം കറക്റ്റായിട്ട് ആർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ കറക്റ്റായിട്ട് നിങ്ങൾ കാണാം. ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. അതെന്താ? സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്. എവരി റിലീജിയസ് ഡിനോമിനേഷൻ ഓർ എനി സെക്ഷൻ ദർ ഷാൾ ബി ദ റൈറ്റ്. അതായത് എന്ത് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം മാത്രമേ എന്ത് പറ്റുമോ? മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുള്ളൂ. അപ്പോൾ ഇത് പ്രകാരം കിട്ടിയിരിക്കുന്ന 6 സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കി നിങ്ങൾ? ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ്. അതായത് ഈ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ, അതേപോലെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാം, എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതേപോലെ മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ്. അതേപോലെ ടു ഓൺ, അക്വയർ, മൂവൽ ആൻഡ് ഇമൂവൽ പ്രോപ്പർട്ടി. ഇമൂവൽ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക? വാങ്ങിക്കാം. ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. നിയമപ്രകാരം അതെന്ത് ചെയ്യാൻ പറ്റും? അത് എന്തും ചെയ്യാം, അഡ്മിനിസ്റ്റർ ചെയ്യാൻ ചെയ്യാം. ഓക്കെ. നല്ല കുറച്ച് ഉള്ളിലേക്ക് കാര്യമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെ സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്നുള്ള. ഓക്കെ. ഏതൊക്കെയാ? 31A വരുന്നില്ല കേട്ടോ. 31A അല്ല, 48A 51A 2-3 വരുന്നുണ്ട്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഞാൻ പറഞ്ഞുതരാം. 48A എന്ന് വെച്ചാൽ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം. 48A എന്താ? അമെൻഡ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എൻവിയോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഓക്കെ, അതാണ് 51. ഇനി 51 A എന്ന് പറയുമ്പോൾ അതും എന്താണ്? അതും വരുന്നുണ്ട്. ഓക്കെ, ഡ്യൂട്ടീസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വരുന്നതാണ് 51A. അത് ഇതിലില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാറ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ ഈ 48A വരുന്നത് DPSPയിലാണ്, അതായത് ഡയറക്ടറി പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ DPSPയിൽ വരുമ്പോൾ മെയിനായിട്ട് ചോദിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലല്ലേ, 1 39A കേട്ടോ. 39A ഓർത്ത് നോക്കണേ. അമെൻഡ്മെൻറ്റ് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. ഓക്കെ. 40 വില്ലേജ് പഞ്ചായത്ത് രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടത്. 41 റൈറ്റ് ടു വർക്ക്. പഠിച്ചോണേ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. 42 പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്ക് ആൻഡ് മാറ്റേണിറ്റി ലീവ്സ്. 43 ലിവിങ് വേജിനെ പറ്റി പറയുന്നു. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. 44 ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, യൂണിഫോം സിവിൽ കോഡ്. പിന്നെ 45 എന്താ? പ്രൊവിഷൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ, അതായത് 6 വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്കുള്ള കെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട. 46 എന്താ? പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC/ST വീക്കർ സെക്ഷൻ. ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്ത് പറയുന്നത്. 47 ഡ്യൂട്ടി ഓഫ് സ്റ്റേറ്റ് ടു റൈസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്. 48 അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ആനിമൽ ഹസ്ബൻഡറി. 49 പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെൻറ്റ്, സ്മാരകങ്ങളുടെ സംരക്ഷണം. 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. 51 എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. പിന്നെ 51A എന്ത് തുടങ്ങുന്നത്? നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ വരുന്നതാണ് എൻവിയോൺമെൻറ്റിനെ സംരക്ഷിക്കണം എന്നുള്ള ഇപ്പോൾ പറഞ്ഞ ആർട്ടിക്കിൾ വരുന്ന ഒന്ന് വരുന്നത്. ഇനി 21 നോക്കി. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, ആൻസർ ഇല്ല. അപ്പോൾ ഇതിൽ ശരിയായിട്ട് വരിക ശരിക്കും ഒന്ന് ശരിയാണ് കേട്ടോ. സഭയിൽ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷമാണ്. പിന്നെ പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് 14 ദിവസത്തെ ഒരു അറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ശരിക്കും 1ഉം 4ഉം ആണ്. അതിൻ്റെ ഒരു 1ഉം 3ഉം ആണ് അതിൻ്റെ ഒരു കറക്റ്റ് ശരിയായിട്ട് വരുന്നത്. പിന്നെ അതിലെന്താ ഡിലീഷന് പോയെന്നുള്ള അറിയില്ല. എന്തായാലും നോക്കാം. ഇതൊരു റിമൂവൽ ഓഫ് സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് സ്പീക്കറെ. അതായത് നോർമൽ കേസിൽ സ്പീക്കറെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് സ്പീക്കർ റിമെയിൻ ഇൻ ഓഫീസ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ലോകസഭ എത്ര കാലം ഉണ്ടോ ആ സമയം വരെ സ്പീക്കർ ഉണ്ടാവും. പക്ഷേ ചില കണ്ടീഷനിൽ എന്ത് ചെയ്യുമോ, സ്പീക്കറെ ഒഴിവാക്കും. ഹീ സീസസ് ടു എ മെമ്പർ ഓഫ് ലോകസഭയിലെ ഒരു മെമ്പർ അല്ല ഉണ്ടാവുക. ലോകസഭയിലെ മെമ്പർ ആണല്ലോ സ്പീക്കറായിട്ട് മാറുന്നത്. അപ്പോൾ അയാളുടെ ലോകസഭയിലെ മെമ്പർഷിപ്പ് എന്തെങ്കിലും രീതിയിൽ അയാൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, സ്പീക്കർ പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. പിന്നെ റിസൈൻ ചെയ്യുമ്പോൾ അയാൾ ലെറ്റർ കൊടുക്കുന്ന ആർക്കാണ് ഓർത്ത് വെച്ചോളെ, ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് അയാൾ എന്ത് ചെയ്യുന്നത്, റിസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്. ഇനി ഇഫ് ഹി റിമൂവ്ഡ് ബൈ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി മെജോറിറ്റി ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ലോകസഭ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കേസ്. അപ്പോൾ അങ്ങനെ 14 ദിവസം മുമ്പ് അഡ്വാൻസ് നോട്ടീസ് കൊടുത്ത് റെസൊല്യൂഷൻ പാസ്സാക്കാം. അങ്ങനെയാണെങ്കിൽ റെസൊല്യൂഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അയാൾ അവിടുന്ന് വിട്ടോളൂ. ഇതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ റെസൊല്യൂഷൻ ഫോർ ദ റിമൂവൽ ഓഫ് സ്പീക്കർ ഈസ് അണ്ടർ കൺസിഡറേഷൻ ഓഫ് ഹൗസ്. ഹീ ഓർ ഷീ മേ ബി പ്രസൻറ്റ് അറ്റ് ദ സിറ്റിംഗ് ബട്ട് നോട്ട് പ്രിസൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അയാൾക്ക് എന്ത് ചെയ്യാം, ഹാജരാവാൻ പറ്റും. കൊണ്ടുപോകാൻ പറ്റില്ല, അയാൾക്ക് പ്രിസൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ പ്രസൻറ്റ് ചെയ്യാം. അയാൾക്ക് അവിടെ ഹാജരായിട്ട് ഇരിക്കാൻ പറ്റും. അണ്ടർ റിമൂവൽ കേട്ടോ. റിമൂവലിൻ്റെ റെസൊല്യൂഷൻ മൂവ് ചെയ്ത ആ സമയത്താണെങ്കിൽ. ഇനി ലോകസഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയ സഭ സമ്മേളിക്കുന്നത് വരെ നോർമലിക്ക് എന്ത് ചെയ്യുക, സ്പീക്കർക്ക് അവിടെ തുടരാം. അങ്ങനെ സ്പീക്കർ വന്നിട്ട് പ്രോട്ടം സ്പീക്കർ വന്നിട്ടാണ് എന്ത് ചെയ്യുക, ആ സ്പീക്കർ ഒഴിഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി ഈ സ്പീക്കറുടെ ഏറ്റവും ഒരു വലിയൊരു പവർ എന്താണ്? പവർ എന്ന് വെച്ചാൽ നോർമലി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യം, ഒരു ബില്ല് ധനബില്ലാണോ അല്ലെങ്കിൽ വേറെ ഒരു ടൈപ്പ് ബില്ലാണോ, മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഈ സ്പീക്കറാണ് ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? 1. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A. ശരിയാണ്, 239A ആണ് എന്ത് ചെയ്യുന്നത്, മാറ്റം വരുത്തിയത്. ആർട്ടിക്കിൾ 330A 332A എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണമൊന്നുമില്ല കേട്ടോ. OBC സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിലെ 1, 2 ആണ്. ഇതിന് ആൻസർ ഓപ്ഷൻ C ആണ്. ഇതിൽ ഞാൻ പറഞ്ഞ 106ാമത്തെ ആർട്ടിക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ ശരിക്കും വരുന്നത്? അതിൽ എന്താ ഈ 106ാമത്തെ ആർട്ടിക്കിളല്ല അമെൻഡ്മെൻ്റ് എന്ന് പറയുന്നത്?
ടു റിസർവ് 1/3 സീറ്റ്സ് ഇൻ ദ ലോകസഭ, അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതേപോലെ ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർ വുമൺ ഫോർ എ പീരീഡ് ഓഫ് 15 ഇയേഴ്സ്, 15 വർഷത്തേക്ക്. എത്ര 1/3 സീറ്റ് റിസർവേഷൻ എവിടെയൊക്കെ? ലോകസഭയിലും അതേപോലെ സ്റ്റേറ്റ് നിയമസഭയിലും ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും കേട്ടോ, മറന്നുകൊണ്ടേ. അതിൽ OBC സ്ത്രീകളൊന്നും പറയുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് വന്നത്. അപ്പോൾ ഇത് മാറ്റം പറ്റിയതിലൊക്കെയാണ് 239 അമെൻഡ് ചെയ്തു, അതുകൊണ്ടാണ് 230A എന്നായത്. പിന്നെ 330Aയും 332Aയും 334Aയും എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു അതിലേക്ക്. എപ്പോഴും ഇതിന് മുമ്പുള്ള 100 മുതലുള്ള എല്ലാ അമെൻഡ്മെൻറ്റും നല്ല വൃത്തിക്ക് പഠിച്ചോണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് ഇപ്പോൾ 106 ചോദിച്ചത്, പിന്നെ തൊട്ട് മുമ്പ് 105. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചോണം. 105ാമത്തെ അമെൻഡ്മെൻറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്? OBC, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് OBC ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടായിരുന്നു, ഏതൊക്കെയാണെന്നുള്ളത്. അത് എന്ത് ചെയ്തു? അവർക്ക് റീസ്റ്റോർ ചെയ്ത് കൊടുത്തു സുപ്രീം കോർട്ട്. ഓക്കെ, മുമ്പ് അതുണ്ടായിരുന്നില്ല, അത് സെൻട്രൽ ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആണ് എന്ത് ചെയ്തത്? അത് തള്ളിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ പുതിയ പവർ കൊടുത്തത്. 104 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? റിസർവേഷൻ, SC/ST റിസർവേഷനായിട്ട് വന്നത്. ലോകസഭയിലും അതേപോലെ അസംബ്ലിയിലും 10 വർഷത്തേക്ക് കൂടി എന്ത് ചെയ്യുക? റിസർവേഷൻ SC/STയിൽ. ഇനി അതിൽ ഒരു കാര്യം കൂടി, ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീൻ്റെ റിസർവേഷൻ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. അവർക്ക് ഇനി എന്തില്ല? റിസർവേഷൻ ഇല്ല, ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ല ഇനി. 103 ആണെങ്കിലോ, 103 എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇതൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് നല്ല സെക്രട്ടറി അസിസ്റ്റൻ്റൊക്കെ പോലുള്ള എക്സാമുകൾക്കാണ് നോക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് ഡീപ്പായിട്ട് തന്നെ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം. പ്രത്യേകിച്ച് ഈ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലോ സ്കീംസ് ഇതൊക്കെ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്, സിവിൽ സർവൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എക്സാമിന് എന്തായാലും ചോദിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനിയും നോക്കാനുള്ളത് 31 മുതലല്ല, നമുക്കതൊരു ജസ്റ്റ് അടുത്തൊരു പാർട്ടിലാക്കിയിട്ട് ചെയ്യാം.